കലൂർ സ്റ്റേഡിയത്തിന്റെ വാടക കാര്യത്തിൽ തർക്കം തുടരുന്നതിനിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വാർത്താ സമ്മേളനം വിലക്കി GCDA. അനുമതിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബ്ലാസ്റ്റേഴ്സ് പ്രതിനിധികളെയും മാധ്യമപ്രവർത്തകരെയും പ്രസ് കോൺഫറൻസ് റൂമിൽ നിന്ന് ഇറക്കിവിട്ടു. നാളത്തെ ISL മത്സരത്തിന് മുന്നോടിയായുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരുന്നത് രാവിലെ 11:30-ന്. കലൂർ സ്റ്റേഡിയത്തിനകത്തെ പ്രസ് കോൺഫറൻസ് ഹാളിലേക്ക് എത്തിയതായിരുന്നു പരിശീലകൻ ഡേവിഡ് കറ്റാലയും മറ്റ് ബ്ലാസ്റ്റേഴ്സ് പ്രതിനിധികളും മാധ്യമപ്രവർത്തകരും. എന്നാൽ വാർത്താ സമ്മേളനം വിലക്കിയ സ്റ്റേഡിയം സുരക്ഷാ ജീവനക്കാർ എല്ലാവരെയും പുറത്താക്കി പ്രസ് കോൺഫറൻസ് റൂം പൂട്ടി. വാർത്താ സമ്മേളനത്തെക്കുറിച്ച് അറിയിപ്പ് ലഭിച്ചില്ലെന്ന് പറഞ്ഞായിരുന്നു GCDAയുടെ സുരക്ഷാ ജീവനക്കാരുടെ നടപടി. അരമണിക്കൂറോളം കാത്തുനിന്ന ബ്ലാസ്റ്റേഴ്സ് ടീം മടങ്ങിപ്പോയി. പിന്നീട് സ്റ്റേഡിയത്തിനകത്തെ വാർത്താ സമ്മേളനം റദ്ദാക്കിയെന്ന് അറിയിച്ചു. കലൂർ സ്റ്റേഡിയത്തിന്റെ വാടകയെ ചൊല്ലിയുള്ള തർക്കമാണ് GCDA വിലക്കിന് പിന്നിലെന്നാണ് സൂചന. ഓരോ മത്സരത്തിനും 2 ലക്ഷം രൂപയ്ക്ക് സ്റ്റേഡിയം കേരള ബ്ലാസ്റ്റേഴ്സിന് വാടകയ്ക്ക് നൽകുമെന്നായിരുന്നു GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ളയുടെ ആദ്യ പ്രഖ്യാപനം. എന്നാൽ ഇത് തള്ളിയ GCDA എക്സിക്യൂട്ടീവ് കമ്മിറ്റി 4.2 ലക്ഷം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ ചർച്ചകൾ തുടരുന്നതിനിടെയാണ് GCDAയുടെ നടപടി. സ്പോർട്സ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.